കാര്യങ്ങൾ വരുമ്പോൾ വളരെ പുറകോട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്നിട്ട് ഞാൻ ആ വീഡിയോ ത്രൂ ആയിട്ട് നിങ്ങൾ കണ്ടറിയില്ല, ലാലേട്ടൻ്റെ ബാക്കിൽ നിൽക്കുന്നവൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോലെ ഞാൻ അതിൽ നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളായതുകൊണ്ട് തന്നെ ഇത്രയും സമയം എടുത്തു എനിക്ക് നല്ലൊരു സിനിമ എബി കഴിഞ്ഞിട്ട് വേറൊരു ഫുൾ ത്രൂ ഔട്ട് വരുന്ന ഒരു സിനിമ ചെയ്യാൻ ഇത്രയും വർഷങ്ങൾ എനിക്ക് എടുത്തു. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ ലൈഫിൽ വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിൽ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഏത് രീതിയിൽ ട്രൈ ചെയ്താൽ നമുക്ക് ഇതുപോലെ അച്ചീവ് ചെയ്യാൻ പറ്റും? ഏത് രീതി എനിക്കല്ല, കാരണം രീതികൾ പലതായിരിക്കുമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ച് പ്രതീക്ഷ എപ്പോഴൊരു ഹോപ്പ് ഉണ്ടാവണം. കാരണം നമ്മൾ പറയില്ല തോറ്റു കൊടുക്കരുത്, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആയി പോകുന്ന ഒരിക്കലും വിചാരിക്കരുത്. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ ഡൗൺ ആയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മീഡിയയിലൊരു പുള്ളി പറഞ്ഞു എൻ്റെ നാട്ടുകാരിയാണ്, അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ച ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴും നമുക്ക് എന്താ പറയുക, ഡാർക്ക് ഫേസ് ആയിരിക്കില്ല, കുറച്ചൊക്കെ വെളിച്ചം ഉണ്ടാവും എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് ഒരു ഗ്രാഫാണല്ലോ, ഇങ്ങനെ പോയാൽ ഇങ്ങനെ വരും, അങ്ങനെയാണ്. അപ്പം അതിനൊരു ബാലൻസ് ഉണ്ട്, എല്ലാം ഒരു ബാലൻസിലാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്കിനി ഈ സിനിമ നല്ല രീതിയിൽ നല്ല അവസരങ്ങൾ തരുന്നു വിചാരിക്കുന്നു. ലൈഫ് ബെറ്റർ ആവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ അമ്മയ്ക്കും വീട്ടിലെ ആൻറ്റിക്ക് ഇത് കാണുമ്പോൾ സന്തോഷമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എബി കഴിഞ്ഞിട്ട് ഞാൻ കിട്ടിയ സിനിമകളൊക്കെ ചെയ്തു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിരുന്ന 2 ഐഡൽസ് എന്ന് പറയുന്നത് ജഗതി ചേട്ടൻ, തിലകൻ സാറൊക്കെയാണ്. അപ്പം നമ്മൾ ആരെയാണോ നമ്മൾ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ഐഡലായി കാണുന്നത്, നമ്മൾ അവരുടെ രീതി, ഇപ്പം നയൻതാര ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ രീതിയിലേക്ക് ആവുമായിരിക്കും. പക്ഷെ ഞാൻ കണ്ടിരുന്നത് അവരെ. അപ്പം അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കൂടുതലും കണ്ടുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്താ, വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക, നല്ല സിനിമകളാണെങ്കിലും ചെറിയ സിനിമകളാണെങ്കിലും എല്ലാത്തിൻ്റെയും ഭാഗമാവുന്നത്. അപ്പം ഞാൻ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചെറിയ വേഷങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അത് അങ്ങനെ മാത്രം ചെയ്താൽ പോരാ, നമുക്ക് സെൽഫായിട്ട് കുറച്ച് പ്രൊമോഷനും മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവസരങ്ങൾ ചോദിക്കാൻ മടിയെന്നല്ല. നമുക്ക് ഒരു പരിചയമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തടുത്ത് പോയിട്ട് നിങ്ങളൊരു 10 രൂപയോ 100 രൂപയോ കടം ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചടുപ്പുണ്ടല്ലോ, അതാണ് എനിക്ക്. പക്ഷെ അത് മാറ്റണം എന്നുള്ളതാണ്. അത് മാറ്റിയാലേ നമുക്ക് ഒരു അവസരം ചോദിക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ അവസരം ചോദിക്കണമായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു. അതെ, അതിപ്പോൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾ ചെയ്ത് തന്നെ കയറട്ടെ. അല്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് ഇപ്പൊ പട്ടിണി കിടന്നാലേ ഫുഡിന്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്ന് പറഞ്ഞേ. ഞാൻ അത്യാവശ്യം പട്ടിണി കിടന്നിട്ടുണ്ടാവും ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു സക്സസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ അത് എൻജോയ് ചെയ്യുന്നു, ഒരുപാട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ സാറിന് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മതി നീ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിലീസിനോടനുബന്ധിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ സിനിമ ഒരു വലിയ ബ്രേക്ക് ആവട്ടെ.